ഓപ്പറേഷൻ സിന്ദൂർ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ഈ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് അതിനെപ്പറ്റി ഇന്ത്യയെപ്പറ്റി അല്ലെങ്കിൽ പലരും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യ വളരെ വലിയൊരു ശക്തിയായി മാറുകയാണ് എന്നൊരു ആശങ്ക മറ്റ് വൻ രാഷ്ട്രങ്ങളെന്ന് പറയുന്നവർക്ക്, ഉദാഹരണത്തിന് അമേരിക്ക ഉൾപ്പെടെ ചിന്തിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എസ്പെഷ്യലി നമ്മളുടെ ഓൾ പാർട്ടി ടീം ട്രാവൽ ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ ടീം പല രാജ്യങ്ങളിലും ചെല്ലുന്നതിന് മുമ്പുണ്ടായിരുന്ന നറേറ്റീവ് ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പ്ലാന് അല്ലെങ്കിൽ ഇതുപോലൊരു ടീമിനെ ഈ ഗ്ലോബൽ കൺട്രീസിലേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന് ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ ഡ്രോയിങ് ബോർഡിൽ ഉണ്ടായിരിക്കണം. അത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് കമ്പയർഡ് ടു പ്രീവിയസ് പൊസിഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴിങ്ങനെ ഈ ഏകദേശം പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക്, കാര്യമായ സംഘർഷത്തിലേക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വലിയ ഇറാനെ പോലൊരു അത്യാവശ്യം സൈന്യം, നല്ല രീതിയിൽ സായുധ സേനയുള്ള മിസൈലുകളുള്ള ഒരു രാഷ്ട്രമാണിപ്പോൾ വീണ്ടും യുദ്ധത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് തുടങ്ങും, തീർച്ചയായിട്ടും അത് എസ്കലേഷൻ ഉണ്ടാവും. എന്ത് ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത കുറച്ച് നാടുകളിൽ സംഭവിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ അവിടെ ഒരു വലിയ ഇതാണ്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് മാത്രമല്ല സാമ്പത്തികമായി ഒരുപാട് ബിസിനസ്സുകാർ ഉൾപ്പെടെ ഇതെല്ലാം ഇന്ത്യയും ബാധിക്കും, പ്രത്യേകിച്ചും കേരളത്തെയും കാര്യമായി ബാധിക്കും. അപ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? കാര്യമായൊരു അനിശ്ചിതാവസ്ഥ എന്തായാലും പ്രതീക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മളുടെ പ്രവാസികൾ ഒരുപാട് അവിടെ ഉണ്ട് എന്നതിനേക്കാൾ ഉപരി ഇൻ്റർനാഷണൽ ട്രേഡ് വല്ലാത്ത ഒരു വലിയൊരു അളവിൽ ഡിസ്റപ്റ്റഡ് ആവും. ഇപ്പോൾ തന്നെ ഒരുപാട് എയർലൈൻ കമ്പനികൾ, എയർക്രാഫ്റ്റ് കമ്പനികൾ അവരുടെ റൂട്ടുകൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിനെ ബാധിക്കും. ഇതൊക്കെ എന്താ പറയുക, വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് അവസാനം അത് മനുഷ്യനെ ബാധിക്കും എന്നുള്ള രീതിയിൽ. ഒരു വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്ത് എവിടെ നടന്നാലും സാധാരണക്കാരനെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ എസ്കലേഷൻസ് ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പ്രത്യാശിക്കാം. അതേ നമുക്ക് കഴിയുള്ളൂ.